ഹായ് ശ്രീസ്വലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ന്യൂ മെക്സിക്കോ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ അരിസോണയിലേക്ക് യാത്ര തുടങ്ങി. അരിസോണയിലാണ് നാച്ചുറൽ വണ്ടർ ആയിട്ടുള്ള ഗ്രാൻഡ് കാനിയോൺ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അരിസോണയിൽ 2 ദിവസം എക്സ്പ്ലോർ ചെയ്തു. ഫസ്റ്റ് ദിവസത്തെ ഗ്രാൻഡ് കാനിയോണിൽ ഞങ്ങൾ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് താമസിച്ചത് അരിസോണയിൽ. അവിടെ നിന്നുള്ള കുറച്ച് അവിടെ അടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് 2 വീഡിയോ ആയിട്ടാണ് ഗ്രാൻഡ് കാനിയോൺ എക്സ്പ്ലോർ ചെയ്യണത് വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുവരും. അപ്പോൾ ശരി. അങ്ങനെ ന്യൂ മെക്സിക്കോയിൽ നിന്ന് നമ്മൾ താമസിച്ചിരുന്ന ടുക്കുംകരി ഹോട്ടലിൽ നിന്ന് രാവിലെ തന്നെ അരിസോണ സ്റ്റേറ്റ് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. അരിസോണ സ്റ്റേറ്റിലാണ് നാച്ചുറൽ വണ്ടറിലൊന്നായ ഗ്രാൻഡ് കാനിയോൺ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻഡ് കാനിയോൺ കാണണം, അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. ഒരു 10:15 ആയപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് കഴിക്കാനൊക്കെ വേണ്ടി ഞങ്ങളൊന്ന് വണ്ടി നിർത്തി. ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇതൊരു ബോംബെ റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ അവിടെ ഒന്ന് കയറി. വലിയ ഹോട്ടലായിരുന്നു, വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും ഇന്ത്യൻ ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതേപോലെ കയറി. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോ പഞ്ചാബി സോങ്ങുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വയറൊക്കെ നിറച്ച് ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് എത്തിച്ചേരേണ്ട പേജ് എന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ ഒക്കെ വിട്ട് പല വഴികളിൽ കൂടെ പോയി ഇപ്പോൾ കുന്നും മലകളും ഒക്കെ ഉള്ള ഒരു പാതയിലൂടെയാണ് യാത്ര. അങ്ങനെ നമ്മൾ അരിസോണ സ്റ്റേറ്റിലേക്ക് കിടന്നേ. ഇനി നമുക്ക് കുറച്ചും കൂടി പോവാണ്ട് ഏകദേശം പകുതി കടന്നിരിക്കുന്നു. സൈഡുകളിലൊക്കെയുള്ള വ്യൂസൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ കുറച്ചും കൂടി കളർ വെച്ച പോലെയുണ്ട്, കറുപ്പ് കൂടിയ പോലെയുണ്ട്. വിജനമായിട്ടാണ് ഈ റോഡുകൾ കിടക്കണേട്ടാ. ഞങ്ങളിപ്പോൾ ഒരു ചുരം കയറുകയാണ് കേട്ടോ. ഇത് ചുരം കയറിയിട്ട് വേണം അപ്പുറത്തെത്തണം. അപ്പോൾ ഈ ചുരം കുറച്ച് നേരമായി നമ്മൾ കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ. സൈഡ് വ്യൂ ഒക്കെ നല്ല രസമായിട്ട് അമൂല്യ പകർത്തുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ വളവും തിരിവുകളൊക്കെ ഉള്ള റോഡ്. ഇവിടെ നമ്മൾ സ്പീഡ് വളരെ 35 ഇതിലാണ് പോണേ. ഈ വഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ബാക്കിലിരുന്നിട്ട് അഖില് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇത് പണ്ട് കടലായിരുന്നു. ആ കടൽ ഇറങ്ങിയിട്ട് പിന്നെ നദി വന്നു, നദി ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇതേപോലെ ഇതൊക്കെ രൂപം കൊണ്ടേക്കണേന്നൊക്കെ പറയുന്നുണ്ട്. സൈഡിലൊക്കെ നോക്കിയാൽ കാനിയോൺസുകൾ, ഇങ്ങനെ പല കാനിയോണുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിത് നല്ല വ്യൂ ആയിരുന്നു. ഇത് എങ്കടന്നില്ലാതെ ഇങ്ങനെ ഒരു മരുഭൂമിയിലൂടെ പോണ ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ. നീരിന് നല്ല സൂര്യപ്രകാശത്തിൽ നല്ല ഭംഗിയാണ്. തിരിവും ഒക്കെ എത്തിയപ്പോൾ നല്ല സൂര്യപ്രകാശമായിരുന്നു. അതാണ് ഇത്രയും നല്ല പ്രകാശത്തിൽ നിൽക്കണേ റോഡൊക്കെ. അപ്പോൾ കാനിയോണിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിച്ചു പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈവനിങ് ഒരു 4:44 ഇപ്പോൾ വണ്ടി ഒന്ന് നിർത്തി കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് തന്നെ ഒരു റെസ്റ്റ് റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ടീയും ഇതൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഒന്നൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ അത് വെക്കായിരുന്നു. പക്ഷേ നല്ല നല്ല മലയാളം സോങ്ങുകളും പഴയ പാട്ടുകളായിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ അമൂല്യ അടിച്ചുപൊളി യാത്ര പാട്ടുകൾ വെക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പഴയ മലയാളം സോങ്ങുകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ യാത്ര ചെയ്യണേ. ഏകദേശം സൂര്യാസ്തമയം എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ടു, ആകാശമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഈ കുന്നുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല സുഖമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പഴയ മലയാള പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇതേപോലുള്ള റോഡ് കൂടെ ഓടിക്കാൻ തന്നെ മുമ്പിലൊരു വണ്ടി പോലും ഇല്ല, വിജനമായിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി കുറച്ച് മണിക്കൂർ കൂടി മാത്രം ബാക്കി. നമ്മളിപ്പോൾ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നല്ല ഈ വ്യൂ കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തി. അതിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വണ്ടി നിർത്തി. നല്ല സൂര്യാസ്തമിക്കാൻ പോണു, നല്ല തണുപ്പ്, അതൊക്കെ കണ്ട് ഞങ്ങളിത് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. ആമിയ മൂല്യം കൂടി ഇൻസ്റ്റാ റീൽസിനുള്ള തന്ത്രപ്പാടുകളാണ് അവിടെ കാണുന്നത്.
അങ്ങനെ ഒരു അരിസോണയിലെ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. റോഡൊക്കെ നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ അവസാനം 8-8.5 മണിക്കൂർ യാത്ര ചെയ്തത് ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലാണ് ഇവിടെ പേജിലുള്ളത്. അവിടെയാണ് നമ്മൾ ഇന്ന് റൂം എടുത്തേക്കണേ. നന്നായി വിശന്നിരിക്കുന്നതുകൊണ്ട് ഉടൻ തന്നെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ അടുത്തുള്ളൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്. ഞാൻ സ്ഥിരം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാറ്. പക്ഷേ ഞങ്ങളുടെ അടുത്തൊന്നും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ തന്നെ വീണ്ടും കയറേണ്ടി വന്നു. പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ക്യൂ നിന്നിട്ടാണ് അവസാനം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ അതേ വേഗം ഭക്ഷണം കഴിക്കുക, വേഗം പോയി ഹോട്ടലിലെത്തി കിടന്നുറങ്ങുക. അങ്ങനെ നല്ലൊരു ഉറക്കം കിട്ടി. ഇന്നലത്തെ യാത്രയുടെ ടയേർഡും വൈകുന്നേരം രാത്രിയിലെത്തിയത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് നേരെ ഹോട്ടലിൽ തിരിച്ചെത്തി കിടന്നുറങ്ങി. രാവിലെ എണീറ്റു കേട്ടോ. കാരണം 7:15 ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് സൂര്യോദയം കാണാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരക്കിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നേരെ ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അത് കാണണം. അത് അത്യാവശ്യം നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതൊരു പോയിൻ്റാണ്, ഇവിടുത്തെ മെയിൻ പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് വേഗം ഭക്ഷണം കഴിക്കുകയാണ്. എന്താ ഭംഗി. അവിടെ ഇരിക്കാനട്ടാ. അങ്ങനെ ഒരു അടിപൊളി സൂര്യോദയം കാണാൻ പറ്റി. എന്നിട്ട് ഇത് ഞങ്ങൾ കുറച്ചും കൂടിയും സൂര്യ ഉദിച്ച ശേഷം കാണാൻ കുറച്ചും കൂടിയും ഭംഗിയായിരുന്നു. എല്ലാം അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാറായി. ഇപ്പോൾ ഇത് കാണാനാണല്ലോ നമ്മൾ വന്നത്. സൂര്യോദയം കണ്ടു. ഇനി ഇത് ഇറങ്ങുകയായി നമ്മൾ. ഇനി നമുക്ക് നേരെ എത്തേണ്ടത് ഇന്ന് ആൻറ്റി ലൂപ്പ് കാണാനുള്ള ഒരു പരിപാടിയാണ്. ആൻറ്റി ലൂപ്പ് കാനിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻറ്റി ലൂപ്പിലെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ലോവർ ആൻറ്റി ലൂപ്പിലേക്കാണ് പോണത്. അവിടെ ലോവറും ഉണ്ട് അപ്പറും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കണ ലോവർ ആൻറ്റി ലൂപ്പിലേക്കാണ്. അപ്പോൾ ലോവർ ആൻറ്റി ലൂപ്പിൽ അവർ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കും, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പം ഇനി അതാണ് പരിപാടി. നമ്മളിവിടുന്ന് ഇറങ്ങുക, നേരെ ആൻറ്റി ലൂപ്പ് കാനിയോൺ കാണാൻ പോവാണ്. അങ്ങനെ ലോവർ ആൻറ്റി ലൂപ്പ് കാനിയോണിൻ്റെ പോയിന്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ലോവർ ആൻറ്റി ലൂപ്പ് കാനിയോണും അതുപോലെ റെയിൽവേ ജേണി ഉണ്ട് ഗ്രാൻഡ് കാനിയോണിൻ്റെ കൂടെ. അതുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.